students, welcome back to my class. So today we are going to discuss a new topic, is recombinant DNA technology. Recombinant DNA technology എന്ന് പറയുന്നത് വരുന്നത് ചാപ്റ്റർ അല്ല, ജീൻ ക്ലോണിംഗ് ആൻഡ് DNA സീക്വൻസിംഗ് ആണ് വരുന്നത്. സോ എന്താണ് recombinant DNA ക്ലോണിംഗ് അല്ലെങ്കിൽ recombinant DNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ it involves a manipulation of genetic material towards a desired end in a directed and predetermined way. Okay, നമ്മൾ ജനറ്റിക് മെറ്റീരിയലിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ഡയറക്ഷനിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ DNA യൂസ് ചെയ്തിട്ട് നമ്മൾ ജീൻ ക്ലോൺ ചെയ്യുക. അതിനാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് അറ്റ് ഐസൊലേറ്റിംഗ് DNA ഫ്രാഗ്മെന്റ്സ് ആൻഡ് കമ്പൈനിങ് them. നമുക്ക് എന്തെങ്കിലും ക്യാരക്ടർ ആവശ്യമാണ്, എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയ DNA ഫ്രാഗ്മെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള അതിനെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് കമ്പൈൻ ചെയ്തതാണ് അതിപ്പോൾ ഒരു യൂസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് ജീൻ ക്ലോണിംഗ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും BT കോട്ടൺ, BT ബ്രിഞ്ചാൾ, അങ്ങനത്തെ ക്രോപ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു ഡിസൈഡ് ഡയറക്ഷനിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പല നല്ല ക്വാളിറ്റിയിലുള്ള DNA ഐസൊലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി DNA ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാകുന്നതിനാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുക. 2 DNA molecules are isolated and cut into fragments. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. 2 DNA molecules ഐസൊലേറ്റ് ചെയ്യുക, അതിനെ ഫ്രാഗ്മെന്റ്സ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഫ്രാഗ്മെന്റ്സ് ആക്കാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് യൂസ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡിസൈഡ് കോമ്പിനേഷനിൽ അതിനെ കമ്പൈൻ ചെയ്യുക, എന്നിട്ട് അതിനൊരു സെല്ലിലേക്ക് റിസ്റ്റോർ ചെയ്തിട്ട് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യുക ആൻഡ് റീപ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡിസൈഡ് ഡയറക്ഷനിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് DNA ക്ലോണിംഗ് എന്ന് പറയുന്നത് ഇവിടെ ക്ലോണിംഗ് വെക്ടർ ഉണ്ടായിരിക്കും. ഒരു പ്ലാസ്മിഡ് ആണ് ഇവിടെ ക്ലോണിംഗ് വെക്ടർ. ക്ലോണിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി DNA ഈ ക്ലോണിംഗ് വെക്ടറിലാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്, അതാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലോണിംഗ് വെക്ടർ പ്ലാസ്മിഡ് ആണ്. അതിനെന്ത് ചെയ്തു, നമ്മൾ കട്ട് ചെയ്തു. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞ എൻസൈം വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് എന്താണ് യൂകാരിയോട്ടിക് ക്രോമസോം, ഒരു DNA ഫ്രാഗ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ക്ലീവിംഗ് ക്രോമസോം വിത്ത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. നമുക്ക് ആവശ്യമായുള്ള DNA, എന്ത് DNA ആണോ ആവശ്യമായിട്ടുള്ളത് അത് കട്ട് ചെയ്തെടുക്കുക. അതും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഏതൊരു യൂകാരിയോട്ടിക് ക്രോമസോം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് DNA ഫ്രാഗ്മെന്റ്സ് ആർ ലിഗേറ്റഡ് ടു ദ പ്രിപ്പയർഡ് ക്ലോണിംഗ് വെക്ടർ. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്ലോണിംഗ് വെക്ടറിലേക്ക് ഈ DNA ലിഗേസ് എന്ന് പറഞ്ഞ എൻസൈം, അത് ജോയിൻ ചെയ്യാനുള്ള എൻസൈമാണ് DNA ലിഗേസ്. ഈ DNA ലിഗേസ് വെച്ചിട്ട് നമ്മൾ ഈ ക്ലോണിംഗ് വെക്ടറിലേക്ക് ഈ DNA ഫ്രാഗ്മെന്റിനെ ജോയിൻ ചെയ്യാം. Then recombinant vector DNA is introduced into the host cell. Host cellലേക്ക് ആ വെക്ടർ DNA എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. recombinant vector DNA നമ്മൾ ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊരു ഹോസ്റ്റ് സെല്ലാണ്. ആ ഹോസ്റ്റലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കോപ്പീസ് കിട്ടും. ഇപ്പോൾ recombinant vector DNA ഹോസ്റ്റ് സെല്ലിലേക്ക് നമ്മൾ കൊടുത്തു, അങ്ങനെ അതിനെ ക്ലോൺ ചെയ്തിട്ട് അതിൻ്റെ ഒരുപാട് കോപ്പീസ് പ്രിപ്പയർ ചെയ്തു. ഇതിനാണ് recombinant DNA എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇതൊക്കെയാണ് ഈ പ്രൊസീജിയറിനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റീകോംബിനന്റ് DNA പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ the term recombinant DNA is also used specifically to refer to composite DNA molecules that result from physical combination of DNA segments derived from different sources. നമുക്ക് ഡിഫറെന്റ് സോഴ്സുകളിൽ നിന്നുള്ള DNA സെഗ്മെന്റ്സ് യൂസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാം. മോർ സ്പെസിഫിക്കലി recombinant DNA molecule എന്ന് പറഞ്ഞാൽ വെക്ടർ ആയിരിക്കും. നമ്മൾ പറഞ്ഞു പ്ലാസ്മിഡ് ആവാം, അല്ലെങ്കിൽ ഫേജ് ആവാം, വൈറസ് ആവാം. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള DNA ഫ്രാഗ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഇതിനെ നമ്മൾ എന്ത് പറയും, ക്ലോണിംഗ് വെക്ടർ എന്ന് പറയും. ഈ വെക്ടറിന് നമുക്ക് ഏത് ഹോസ്റ്റലിൽ കൊടുക്കാം, ആ ഹോസ്റ്റലിൽ ഇട്ടിട്ട് അതിനെ ഹോസ്റ്റലിലേക്ക് കൊടുത്തിട്ട് അവിടെ ഇട്ട് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യിക്കാം. ഓക്കെ, recombinant DNA മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ വെക്ടറാണ്. പ്ലാസ്മിഡ്, ഫേജ് അല്ലെങ്കിൽ വൈറസ് ആവാം. അതെന്ത് ചെയ്യുന്നു, ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്രോപ്രിയേറ്റ് ഹോസ്റ്റലിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. മോളിക്കുലർ ക്ലോണിംഗ് എന്നുണ്ടെങ്കിൽ ഒരു ലബോറട്ടറി പ്രോസസ്സാണ് യൂസ് ടു ക്രിയേറ്റ് recombinant DNA. അപ്പോൾ ഇതുപോലുള്ള recombinant DNA പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്, ലബോറട്ടറി പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളിക്കുലർ ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു മെത്തേഡാണ് മോളിക്കുലർ ക്ലോണിംഗ് യൂസ് ചെയ്യാം recombinant DNA പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ PCR യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് തമ്മിൽ മോളിക്കുലർ ക്ലോണിങ്ങും PCR തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, മോളിക്കുലർ ക്ലോണിംഗ് വരുന്നത് ഇൻവോൾവ്സ് റെപ്ലിക്കേഷൻ ഓഫ് DNA വിത്തിൻ എ ലീവിംഗ് സെൽ. ഒരു ലീവിംഗ് സെല്ലിൽ ഇട്ടിട്ടായിരിക്കും എന്ത് മോളിക്കുലർ ക്ലോണിംഗിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഈ DNA, recombinant DNA. ഇപ്പോൾ പറഞ്ഞു ഇത് ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞില്ലേ. അപ്പോൾ മോളിക്കുലർ ക്ലോണിംഗിൽ ഇതൊരു
എന്താണ് ലീവിങ് സെല്ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് വൈൽ റെപ്ലിക്കേറ്റ്സ് DNA ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഫ്രീ ഓഫ് ലിവിങ് സെൽസ്. ഓക്കെ, മറ്റേ PCR-ലാണെങ്കിൽ എന്താ ഉണ്ടാവുക? മോളിക്യൂൾ ക്ലോണിംഗ് എന്ന് പറഞ്ഞ ലബോറട്ടറി പ്രോസസ്സാണ് റീകോംബിനന്റ് DNA ഉണ്ടാക്കാനുള്ള. അതിൽ എന്താ പറയുന്നത്, ലീവിങ് സെല്ലിലിട്ടാവും റീകോംബിനന്റ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. PCR-ലാണെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിലായിരിക്കും, അവിടെ ലീവിങ് സെൽസ് ഉണ്ടാവില്ല. ടെസ്റ്റ് ട്യൂബിലിട്ടിട്ട് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുക DNA. മറ്റേതാണെങ്കിൽ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലീവിങ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെയാണ് ഈ റീകോംബിനന്റ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് രണ്ട് മേജർ ഡിഫറൻസ്, മോളിക്യുലർ ക്ലോണിങ്ങും അതുപോലെ തന്നെ PCR തമ്മിലുള്ള ഡിഫറൻസ്. ഈ രണ്ട് ടെക്നിക്കും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ റീകോംബിനന്റ് DNA പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ when the recipient organism is a microbe such as a single celled bacterium, specific fragments of transferred DNA is also multiplied many times as the recipient microbe multiplies. ഇപ്പോൾ നമ്മൾ റെസിപ്പിയന്റ് ഓർഗാനിസം ഒരു മൈക്രോബ് ആണെങ്കിൽ, ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഒരു മൈക്രോബ് ആണെങ്കിൽ ഇപ്പോൾ 3 കോപ്പീസ് നിങ്ങൾക്ക് കിട്ടില്ലേ. ഒരു മൈക്രോബ് ആണെങ്കിൽ ഒരുപാട് കോപ്പീസ് അവിടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ഒരുപാട് സംഭവം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് കൂടെ എന്ത് ചെയ്യുന്നു, ഈ ട്രാൻസ്ഫർ DNA മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് മില്യൺസ് ഓഫ് ഐഡന്റിക്കൽ ആയ സെൽസ് കിട്ടും. അതിന് എന്താണ്, അപ്പോൾ ഒരുപാട് ക്ലോൺസ് നമുക്ക് അതിന് കിട്ടും. Consequently, it is possible to obtain millions of copies of a specific region of a DNA inside a bacterial cell by allowing the cell and the piece of DNA to multiply millions of times. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് സ്പെസിഫിക് റീജിയൻ ഓഫ് DNA ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിന്റെ നമുക്ക് ആവശ്യമുള്ള DNA നമ്മളിപ്പോൾ ക്ലോണിംഗ് മെത്തഡിലേക്ക് കൊടുത്തത്. ആ ക്ലോണിംഗ് മെത്തഡിന് റീകോംബിനന്റ് DNA-നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഹോസ്റ്റ് സെല്ലിലിട്ട് മൾട്ടിപ്ലൈ ചെയ്യിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ DNA-യുടെ ഒരുപാട് മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ടെക്നിക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീൻ ക്ലോണിംഗ്. ഓക്കെ, മില്യൺസ് ഓഫ് കോപ്പീസ് നമുക്ക് സ്പെസിഫിക് റീജിയൻ ഓഫ് DNA-യുടെ മില്യൺസ് ഓഫ് കോപ്പീസ് നമുക്ക് എന്താണ് ഒരു ബാക്ടീരിയൽ സെല്ലിലിട്ടിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കുന്നതിനെയാണ് ജീൻ ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഒരു ക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു അസെക്ഷൽ പ്രോജനിയാണ്. സെക്ഷൽ റിപ്രൊഡക്ഷൻ വഴി അങ്ങനെ ഉണ്ടാവുന്നതല്ല, അസെക്ഷൽ ആയിട്ടുണ്ടാകുന്ന പ്രോജനിയാണ് ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ സെൽ. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ ഒരു സെല്ലിന്റെ ഒരു അസെക്ഷൽ പ്രോജനിയാണ് ക്ലോൺ എന്ന് പറയുന്നത്. ആ പ്രോസസ് ഓഫ് ക്ലോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, എന്താണ് റീകോംബിനന്റ് DNA ടെക്നോളജി എന്നുള്ള ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. എന്താണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ആവശ്യമായ DNA മോളിക്യൂൾസിനെ നമ്മൾ ഒരു വെക്ടറിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്നു. വെക്ടറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻസൈം വെച്ച് കട്ട് ചെയ്തിട്ട് അവിടേക്ക് DNA കൊടുത്തതിന് ശേഷം DNA ലിഗേസ് വെച്ചിട്ട് നമ്മളതിനെ ജോയിൻ ചെയ്യിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന റീകോംബിനന്റ് DNA നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് കൊടുത്തതിന് ശേഷം, ഇത് കൊടുക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഹോസ്റ്റ് സെൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ റീകോംബിനന്റ് DNA മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് ഡിസൈഡ് DNA, ഈ ഡിസൈഡ് ജീനിന്റെ മില്യൺസ് ഓഫ് കോപ്പീസ് കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയുള്ള പ്രൊഡക്ട്സ് ഇതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതൊരു എക്സാമ്പിൾ ആയിരുന്നു എന്ത് BT കോട്ടൺ, അതുപോലെ തന്നെ BT ബ്രിഞ്ചാൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സാമ്പിളാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ റൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗോൾഡൻ റൈസ്, പർപ്പിൾ ടൊമാറ്റോസ്, ബനാനാസ്, അങ്ങനെ ഒരുപാട് പുതിയ വെറൈറ്റീസ് ഒക്കെ ക്രോപ്സിലായാലും ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴിയാണ്, അല്ലെങ്കിൽ റീകോംബിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, നമുക്ക് അത്രയാണ് പറഞ്ഞത്. അതിന്റെ എങ്ങനെയാണ് ഞാൻ അതിന്റെ പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ് ടൂൾസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, റീകോംബിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണ്, എൻസൈംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.